നമോ നമ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഭൂമിയിലുള്ള മനുഷ്യർ എല്ലാവരും പ്രപഞ്ചത്തെ ഒരേപോലെയാണ് കാണുന്നത് എന്നാണ് ഏറ്റവും കുറഞ്ഞത് നമ്മൾ എല്ലാവരും ധരിക്കുന്നത്. എന്താണ് മനുഷ്യർ എന്ന് മാത്രം പറയാൻ കാര്യം? ഈച്ച കാണുന്നതും പൂച്ച കാണുന്നതും മൂങ്ങ കാണുന്നതും കാക്ക കാണുന്നതും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് എന്ന് നമുക്കൊരു ധാരണ കുറേ എങ്കിലും ഉണ്ട്. മൂങ്ങ രാത്രിയിലാണ് കാണുന്നത്, കാക്കയ്ക്ക് പകലേ കാണാൻ പറ്റുള്ളൂ, രാത്രി കാണുകയില്ല. പൂച്ച ഇരുണ്ട വെളിച്ചത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈച്ചയുടെ കണ്ണുകൾക്ക് വളരെയധികം ലെൻസുകളുള്ള കാരണം അത് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുകയില്ല. വാവല് മുതലായിട്ടുള്ള പക്ഷികൾ ലൈറ്റ് കൊണ്ടല്ല ശബ്ദം കൊണ്ടാണ് കാണുന്നത് എന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളുടെ ഓരോ ബുദ്ധി വെച്ചുകൊണ്ട് പഠിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം അറിയാവുന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട്. ഈ തോന്നലുകൾ ഇങ്ങനെ നമുക്കുണ്ടാകുന്ന ഈ തോന്നലുകളെല്ലാം കൂടി ചേർന്നാണ് ഓരോരുത്തരുടെയും സംസ്കാരമായിട്ട് ആ തോന്നലുകളുടെ ഉറയ്ക്കൽ എത്രമാത്രം ഉറച്ചുറച്ചുറച്ച് വരുന്നു എന്നനുസരിച്ചിട്ടാണ് അതിനെ നമ്മളുടെ സംസ്കാരമായിട്ട് നമ്മളുടെ ജീവിതം ആസ്വദിക്കാനൊരു സഹായകരമായിട്ടും മാറുന്നത്. നമുക്ക് ആസ്വാദനം വരുന്നത് എങ്ങനെയാണ്? നമ്മളുടെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആശയം ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് സുഖം തോന്നുന്നത്. നമുക്ക് നമ്മളുടെ സംസ്കാരത്തിന് പറ്റാത്ത സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വളരെ സംഭരിച്ചു വച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ചിത്രം വരയ്ക്കുന്നു. ആ ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രത്തിന് അനുസരിച്ചിട്ടുള്ള ആ ചിത്രത്തിന് തത്സമയം ഏതൊക്കെ വർണ്ണങ്ങളാണ് എവിടെയൊക്കെ ചേർക്കേണ്ടതെന്നനുസരിച്ചിട്ടാണ് ചിത്രത്തിന് ഭംഗി കൂടി വരിക, അതിൻ്റെ ആസ്വാദനം കൂടി വരിക. ചിത്രത്തിൻ്റെ ആസ്വാദനം വരുന്നത് അതിൻ്റെ തത്സമയം എവിടെയൊക്കെയാണോ അതിന് കളറുകൾ, ഏതൊക്കെ കളറുകൾ ഏതൊക്കെ അളവിൽ ചെല്ലണം, ഏത് ഒരു കളറ് എവിടം തൊട്ട് എവിടം വരെ ചെല്ലുമ്പോൾ അത് കുറഞ്ഞു വന്ന് അത് ലയിച്ചു പോകണം, അല്ലേ? അങ്ങനെയൊക്കെ ഉള്ള ആ വ്യത്യാസത്തിലാണ് ആ ചിത്രത്തിന് ഭംഗിയുണ്ടാകുക. അതുകൊണ്ട് ആ കളറ് ഇന്ന കളർ അവിടെ കൊടുക്കുമ്പോൾ നന്നായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മധ്യഭാഗത്തായിട്ട് കുറച്ച് ഇന്ന കളർ കൊടുക്കണം എന്നൊരാൾ കണ്ടുകൊണ്ട് നിൽക്കാൻ പറയും, അവിടെ എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ അത് ആ ചിത്രത്തിന് ആ സമയത്ത് ഉള്ള ഭാവത്തിൻ്റെ അനുസരിച്ച് ഒക്കെയാണ്. അത് എത്രമാത്രം കളർ അവിടെ ഈ തൽക്കാലം കൊണ്ട് അതിനനുസരിച്ച് കുറച്ചുകൂടി കളർ അവിടെ ചേർന്നാൽ ഇതൊക്കെ വെച്ചുകൊണ്ടാണ്. പക്ഷെ ആ കളറ് വേറൊരു ചിത്രത്തിന് മധ്യഭാഗത്ത് കൊടുത്താൽ ശരിയാകുമോ? ഇല്ല. അപ്പോൾ ഓരോ വർണ്ണങ്ങളും അതത് ചിത്രങ്ങൾക്ക് എങ്ങനെ മാറി ഏത് സമയത്ത് എങ്ങനെ, അപ്പോൾ അതിൽ തൽക്കാലം ഉള്ളതും ഇനി വേണ്ടതും ഒക്കെ ആയിട്ട് അനുസൃതമായിട്ടുള്ള കളറ് ചേരുമ്പോഴാണ് ചിത്രം മിഴിവാർന്നു വരുന്നത്. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു സംഗീതം നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാടുമ്പോൾ, നമ്മളൊരു പാട്ട് പാടുമ്പോൾ നമ്മൾ ചില സ്ഥലത്ത് നമ്മളുടെ ഗുരു പറയും ഇത്തിരി അവിടെ പൊക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത്തിരി താത്തിയെടുക്കണം. പൊക്കി താത്തി എന്നൊക്കെയാണ് നമ്മൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അവിടെ അത് ഏത് സ്വരം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകില്ല. സരിഗമ പദനിസ എന്നുള്ള ആ സരിഗമ പദനിസ പറയുമ്പോൾ സാധാരണക്കാരന് മനസ്സിലാകില്ല. അതുകൊണ്ട് ആ ഗ ശരിയായില്ല, അല്ലെങ്കിൽ ആ മാ ശരിയായില്ല, കുറച്ചുകൂടി
പൊങ്ങണം താഴണം എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയല്ല. അവിടെ പിന്നെ ശബ്ദം കൂട്ടണം. ചിലപ്പോൾ കുറച്ചുകൂടി നമ്മളുടെ താളം ശരിയാക്കാൻ അവിടെ അതിൻ്റെ ദൈർഘ്യം കൂട്ടണം. ആ ദൈർഘ്യം കൂട്ടുമ്പോൾ നമ്മൾ ഗായിൽ നിന്ന് മായിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് അടുത്ത വരിയിൽ തന്നെ ശരിയാകണമെന്നില്ല, അടുത്ത പാട്ടിലെന്നല്ല. അടുത്ത വരി പാടുമ്പോൾ ഇങ്ങനെയല്ല അത് പാടുക എന്ന് പറഞ്ഞാൽ സാഹിത്യവും ഇതിൻ്റെ സംഗീതവുമായിട്ട് ചേരണമെങ്കിൽ ഓരോ വരിയിലുമുള്ള സാഹിത്യവും ആ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സാഹിത്യവും സംഗീതവും കൂടി ചേരുമ്പോഴാണ് അതിന് കുറച്ചുകൂടി ആ ശബ്ദം നീട്ടിപ്പാടണം, അല്ലെങ്കിൽ ഇത്തിരി കൂടി ഉയർത്തിപ്പാടണം, താഴ്ത്തിപ്പാടണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഒരേപോലെ നമ്മൾ ഒരു വസ്തുതയിൽ തന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ തന്നെ വൈവിധ്യങ്ങളായിട്ടാണ് പുറമേ നിന്നുള്ള ഡേറ്റ ചെലുത്തേണ്ടത് എന്ന് വരുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ വ്യക്തികളുടെ മനോഭാവങ്ങൾ എത്രമാത്രം വ്യത്യസ്തമായിരിക്കും, അവരുടെ ആസ്വാദന രീതി, അവരുടെ അവഗമന രീതി ഒക്കെ എത്രമാത്രം വ്യത്യസ്തമായിരിക്കുമെന്ന് നമ്മൾ വളരെയധികം അതിനെപ്പറ്റി ചിന്തിച്ചാൽ നമുക്ക് ക്ലിയർ ആകും. അതുകൊണ്ടാണ് സംസ്കാരം എന്ന് പറയുന്നത് മാറി മാറി വരുന്ന ഒന്ന്. സംസ്കരിക്കാൻ നമ്മൾ പറഞ്ഞ മാറ്റമാണത്. പക്ഷേ വ്യക്തിയെ വ്യക്തിയായിട്ട് നിലനിർത്തുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഈ സംസ്കാരത്തിന്റെ മാറ്റം വരായികയാണ്. അതാണ് അവന്റെ വ്യക്തിത്വമായിട്ട് പ്രകടിപ്പിക്കാൻ. പക്ഷേ ആ മാറ്റം മാറാതെ ഒന്നും നിൽക്കാൻ പറ്റുകയില്ല. എങ്കിൽ പോലും ആ മാറ്റത്തിനെ പോലും സ്ഥിരതയായിട്ട് ദ്യോതിപ്പിക്കും. എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ് എന്താണ്? ക്ലോക്കിലെ സൂചി നോക്കിയാൽ സൂചികൾ മാറാതെ ഇരിക്കുകയാണെങ്കിൽ ക്ലോക്ക് കേടുവന്നു എന്നാണ് അർത്ഥം, മരിച്ചു എന്നാണ് അർത്ഥം. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചാണ് മരിച്ചത്. അതിനകത്ത് വേറെ പ്രവർത്തനമൊക്കെ ഉണ്ട്. നമ്മളുടെ ഉപയോഗം ക്ലോക്ക് എന്നുള്ള സമയം കാണിക്കുക എന്നുള്ള ഉപയോഗം നടക്കാതെ വരുമ്പോൾ അത് മരിച്ചു എന്ന് ഇത് മനുഷ്യൻ പറയും. പക്ഷെ വേറൊരു ജീവിക്ക് ഇത് നോക്കി സമയം മനസ്സിലാകാത്ത ഒരു ജീവിക്കും ഇതിലെ ആ സമയത്തും ഈ ബാറ്ററി ഡൗൺ ആയിട്ട് മരിച്ചെന്ന് നമ്മൾ പറയുന്ന സമയത്തും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതിൽ വന്നിരിക്കുന്ന ഈച്ചയ്ക്കോ കൊതുകിനോ പല്ലിക്കോ ഇതൊന്നും വ്യത്യാസം വരില്ല. ഏത് ഉപയോഗമാണോ നമ്മൾ ആ ക്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിൽക്കുമ്പോൾ ആ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചാണ് അത് മരിക്കുന്നത്. അതേപോലെ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ ശരീരം എന്ന് പറയുന്നതിനെ നമ്മൾ ഭൗതിക ജീവിതത്തിൽ ഈ ശരീരം നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ശരീരം കൊണ്ടുള്ള ഉപയോഗം ആണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശരീരം പ്രവർത്തനരഹിതമാകുമ്പോൾ നമ്മൾ മരിച്ചു എന്ന് പറയും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ മരണം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് സംഭവിക്കുന്ന ഒന്നല്ല. ക്ലോക്ക് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി മാറിക്കഴിയുമ്പോൾ അത് വീണ്ടും നമ്മളെ സംബന്ധിച്ച് അത് ജീവിച്ചു വരും. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ക്ലോക്ക് ഈ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ് അത് വേറെങ്കിലും ഒരു മൂലക്കെടുത്തിട്ട് കുറെ കാലം കഴിയുമ്പോൾ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതെടുത്ത് വീണ്ടും ബാറ്ററി ഇട്ടാൽ അത് വീണ്ടും ജീവിക്കുകയില്ല. എന്താ കാര്യം? അവിടെ ആ ബാറ്ററിയുടെ കണക്ഷന്റെ സമയത്ത് ആ സ്ഥലത്ത് ക്ലാവ് പിടിച്ചു, വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇങ്ങനെയൊക്കെ തുരുമ്പ് ക്ലാവ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ചില ജീവികളൊക്കെ അകത്ത് കൂടുകൂട്ടുകയും ഒക്കെ ചെയ്തിട്ട് അതിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത തടസ്സം ഈ ജീവികളുടെ കൂടുകൂട്ടിൽ ഉണ്ടായി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് എന്താകും? ഈ ബാറ്ററി ഇട്ടാൽ പുതിയ ബാറ്ററി ഇട്ടാലും പ്രവർത്തിക്കുകയില്ല.
മനസ്സിലാണ്ടോ? അതേപോലെയാണ് അതിന് ചിലപ്പോൾ ഈ ക്ലോക്കിന് വർക്ക് ചെയ്യുന്നതിന് പുനർജനിക്കുന്നതിനായിട്ട് നമുക്ക് കുറേ കാലം വെറുതെ അവിടെ പലയിടത്തും അശ്രദ്ധമായിട്ടിടേണ്ടി വരും. പക്ഷേ ആ സമയം എന്ന് പറയുന്നത് ഓരോ വസ്തുവിനെ സംബന്ധിച്ചും വസ്തുതകളെ സംബന്ധിച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജീവി എന്ന് നമ്മൾ കണക്കാക്കുന്നത് മരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം നിലച്ചു എന്ന് പറയുന്നതിന് അതിന് വീണ്ടും കറണ്ട് അതിന് വർക്കിംഗ് ഫോഴ്സ് അതിനകത്തേക്ക് കൊടുക്കുന്നതിലുള്ള കാലതാമസം ഇതുപോലെ ഈ ക്ലോക്ക് ഒരു മൂലക്കിട്ടിരിക്കുന്നത് പോലെ 1 കൊല്ലമോ 2 കൊല്ലമോ ഒന്നും ഇടണ്ട. ചിലപ്പോൾ അത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇട്ടാൽ മതിയാവും. പിന്നെ അതിനെ നമുക്ക് പുനഃക്രമീകരിക്കാൻ പറ്റാതെ വരുന്ന വിധത്തിൽ അത് വേറെ പ്രവർത്തനങ്ങൾക്ക് അടിപ്പെട്ടു പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് സ്ഥിരമായിട്ട് മരിച്ചു എന്ന് പറയും, ആ ജീവി എന്നുള്ള അവസ്ഥയിലുള്ളത്. പക്ഷേ അതിനകത്ത് വന്നും പോയിരിക്കുന്ന പല അണുക്കൾക്ക് അത് മരിച്ചതായിട്ടൊന്നും കണക്കാക്കിയല്ല. അവർക്ക് നേടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ കുറഞ്ഞു വരുമ്പോൾ അത് അവിടുന്ന് പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് പോകും. പുതിയ അണുക്കൾ അതിനകത്തേക്ക് വന്ന് പ്രവർത്തനം തുടങ്ങും. അവരെ സംബന്ധിച്ച് അതൊരു വേറൊരു പ്രവർത്തനം നടക്കുന്ന ഒരു ആഹാരമായിട്ട് മാറും. അപ്പോൾ മറ്റ് അണുക്കളെ സംബന്ധിച്ച് ഇത് അവരുടേതായിട്ടുള്ള ജീവനോപാധിയായിട്ട് മാറുകയും വേറെ ചില സമാന ജീവികളെ സംബന്ധിച്ച് ഇത് മരിച്ചതായിട്ടും വരും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നു എന്നേ ഉള്ളൂ. ആ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രയോജനകരമല്ലാത്തത് കാരണം നമ്മൾ പ്രയോജനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിലയ്ക്കുമ്പോൾ മരിച്ചു എന്നൊരു വാക്ക് പറയുന്നതേ ഉള്ളൂ. മാറ്റം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും വളരെ വളരെ വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ ഭൗതികവും ആശയപരവുമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാഷണം കേൾക്കാൻ തുടങ്ങിയപ്പോഴുള്ള നിങ്ങളല്ല ഈ പ്രഭാഷണം കേട്ട് കഴിയുമ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും നിങ്ങളുടെ ശരീരത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞു. അത് പ്രഭാഷണം കേട്ടുകൊണ്ട് മാത്രമല്ല, വേറെ പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിന് മാറ്റം വരും. മനസ്സിലാണ്ടോ? പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘടകങ്ങളും നമ്മളുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശരീരത്തിന് മാറ്റം വരും. പിന്നെ ആശയപരമായിട്ടുള്ള മാറ്റം, ഈ പ്രഭാഷണവും അതിനൊരു കാരണം, ആശയപരമായിട്ടുള്ള മാറ്റം. അപ്പം മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളിൽ മാത്രമല്ല ശരീരത്തിന് വരെ മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കാൻ തുടങ്ങിയപ്പോഴുള്ള നിങ്ങളല്ല പ്രഭാഷണം കഴിയുമ്പോൾ ഉള്ളത്. പക്ഷെ നമുക്കത് മനസ്സിലാവുമോ? അവരവർക്ക് മനസ്സിലാകുകയില്ല, കാണുന്നവന് മനസ്സിലാകുകയില്ല, ആർക്കും അത് മനസ്സിലാകുകയില്ല. എന്താണ്? ഈ ക്ലോക്കിലെ സൂചികൾ പോലെ അതിൻ്റെ ചലനത്തിൻ്റെ ആ സ്പീഡിൻ്റെ വ്യത്യാസത്തിൽ ചിലത് നീങ്ങുന്നത് കാണും, ചിലത് അനങ്ങാതെ നിൽക്കുന്നതായിട്ട് തോന്നും. സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി, ഇനി ഒരു ദിവസ സൂചിയും ആഴ്ച സൂചിയും മാസ സൂചിയും ഒരു വാർഷിക സൂചിയും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എത്രമാത്രം ചലനം, എത്രമാത്രം സ്ഥിരത ദ്യോതിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് ആ ക്ലോക്കിന് ഉദാഹരണം വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പ്രപഞ്ചത്തിൽ ചലനവും ചലനമില്ലാത്ത അവസ്ഥയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ്? ഏത് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണോ നമ്മൾ അളക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ചലനങ്ങൾ നമ്മൾ കാണുന്നത്. ട്രെയിനിന് അകത്തിരിക്കുന്നവന് ട്രെയിനിൻ്റെ ചലനം ഒന്നും അറിയാത്ത വിധത്തിൽ അതിനകത്തിരുന്ന് വെള്ളം, ഒരു കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ട്രെയിനിലിരുന്നു കൊണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലിരുന്നു കൊണ്ട് പുറത്തു നിൽക്കുന്ന ഒരാളുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. എന്താ പറഞ്ഞാൽ അത് രണ്ട് ചലന നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത്
ഒക്കെ നിയമം. ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കളും ഒരേ സ്പീഡിൽ സഞ്ചരിക്കുന്നത് കാരണം നിശ്ചലത ഇവിടെ ദ്യോതിപ്പിക്കും. പുറത്തു നിൽക്കുന്നയാള് പ്ലാറ്റ്ഫോമിന്റെ ചലനവും ഇയാളുടെ ചലനവുമായിട്ടാണ് ബന്ധിപ്പിച്ച് അത് ഒരു സംസ്കാരത്തിൽ നിൽക്കുന്നത്. എന്നാൽ ട്രെയിനകത്ത് നിൽക്കുന്ന ആള് ആ ട്രെയിനിന്റെ ആ ബേസും ഇയാളുമായിട്ടാണ്, ആ സീറ്റും അതിനുമായിട്ടാണ് ചലനങ്ങളെ ക്രമീകരിക്കുന്നത്. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കോണ്ടക്സ്റ്റിലും ഏതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് വ്യക്തി, അത് ഭൗതികമെന്ന് തോന്നുന്ന ഖരദ്രാവകവാദ ഊർജങ്ങളായിട്ട് നമ്മൾ വരുന്ന ഈ ഭാഗങ്ങളുമായിട്ടുള്ള പ്രവർത്തനവും, അതേപോലെ തന്നെ മനോബുദ്ധ്യഹങ്കാര ചിത്തങ്ങൾ എന്നുള്ള ആ ആത്മീയ കാര്യങ്ങളിലുമുള്ള ചലന വ്യത്യാസങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് ഒരു വ്യക്തിയുടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള സംസ്കാരത്തെ ദ്യോതിപ്പിക്കുന്നത്. അപ്പോൾ ആ സംസ്കാരത്തിൽ എത്രയധികം വ്യത്യാസം വരും എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഗഹനങ്ങളായിട്ടുള്ള ചിന്തകൾ തന്നെ നമുക്ക് അതിന് ചവിട്ടുപടിയായിട്ട് എടുക്കേണ്ടി വരും. ചിന്തകൾ കൊണ്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ വളരെയധികം മനനത്തിലൂടെ നമ്മൾ മനസ്സിലേക്ക് സ്ഥാപിച്ചു കഴിഞ്ഞ് ആ അവഗമന രൂപത്തിൽ മനസ്സിലെത്തി അത് അനുഭവമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഉള്ളിലെ സംസ്കാരമായിട്ട് മാറിയാൽ മറ്റുള്ള ആ പുറമേ വരുന്ന കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് സുഖദുഃഖങ്ങളായിട്ട് മാറ്റി നമുക്ക് ജീവിതം എന്നുള്ളതിനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമഃ ശിവായ, നമഃ ശിവായ.